ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ മുന്നിലുള്ളത് ഹാരിയർ ക്യാമോ എഡിഷനാണ്. അപ്പോൾ ഹാരിയറിനെ പറ്റി വളരെ കോംപ്രിഹെൻസീവായി എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്ന റിവ്യൂ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാൻ വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ക്യാമോ എഡിഷനെ പറ്റിയും അതിൻ്റെ പ്രത്യേകതകൾ മാത്രമായിരിക്കും സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പറയാം, മെക്കാനിക്കൽ കാര്യങ്ങളിലോ അല്ലെങ്കിൽ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലോ ക്യാമോയ്ക്കും പിന്നെ മറ്റ് വേരിയൻസിനുമായിട്ട് യാതൊരുവിധ വ്യത്യാസങ്ങളും വന്നിട്ടില്ല. ക്യാമോ എഡിഷന് കോസ്മെറ്റിക് ആയിട്ടുള്ള കുറേ ഡിഫറൻസസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ക്യാമോ എഡിഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായ ഇതിൻ്റെ കളറിൻ്റെ കാര്യം തന്നെ നമുക്ക് പറയാം. ഇത് കണ്ടപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലേക്ക് വന്ന് നെക്സോണിൻ്റെ ഫോയിലേജ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ടൊരു കളറാണ്. അപ്പോൾ ക്യാമോ എഡിഷൻ ഫോയിലേജ് ഗ്രീനുമായിട്ട് ചെറിയ സിമിലാരിറ്റി ഉള്ളൊരു കളറാണ്. അപ്പോൾ കളറിൻ്റെ കാര്യം കഴിഞ്ഞാൽ പിന്നെ ക്യാമോയ്ക്ക് വരുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡാർക്ക് എഡിഷൻ്റെ അത്രയും പോലും ക്രോം ഇതിൽ വരുന്നില്ല എന്നുള്ളതാണ്. ഉദാഹരണം, ഹെഡ് ലാമ്പ്സിലും സൈഡ് സ്കർട്ടിലും പിന്നെ ഡോറിൻ്റെ ഹാൻഡിലും മറ്റ് വേരിയൻസിലുള്ള പോലെ ഇവിടെ ഒന്നും തന്നെ ക്രോം വരുന്നില്ല. മുഴുവൻ ഗ്രീൻ കളറും പിന്നെ ബ്ലാക്കിൻ്റെ കോമ്പിനേഷനാണ്. ക്യാമോ എഡിഷനിൽ വിസിബിൾ ആയിട്ടുള്ള ക്രോമിൻ്റെ ഫിനിഷ് വരുന്നത് വിൻഡോയുടെ മുകളിലത്തെ സ്ട്രിപ്പിൽ മാത്രമാണ്. ഇനി ഉള്ളിലേക്ക് കയറുമ്പോൾ ഡാർക്ക് എഡിഷൻ പോലെ തന്നെ ഫുള്ള് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് ഇതിനും കൊടുത്തിരിക്കുന്നത്. ക്യാമോ എഡിഷൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇതിൻ്റെ ഡാഷ്ബോർഡ്. മറ്റു വേരിയൻസിലെല്ലാം നമുക്കറിയാം വുഡൻ ഫിനിഷാണ് ഡാഷ്ബോർഡിന് വന്നിരിക്കുന്നത്. പക്ഷേ ഇതിനാകുമ്പോൾ ബ്ലാക്ക് കളറുമായിട്ട് കുറച്ചും കൂടി കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഗ്രേ കളറാണ് ഡാഷ്ബോർഡിന് വന്നിരിക്കുന്നത്. ഇനി വീൽസിൻ്റെ കാര്യം പറയുമ്പോൾ അതിനും പ്രത്യേകതയുണ്ട്. മറ്റു വേരിയൻസിനാകുമ്പോൾ ഡയമണ്ട് കട്ട് അലോയ്സ് ആണ് വരുന്നത്, ഇതിനാകുമ്പോൾ ബ്ലാക്ക് സ്റ്റോൺ അലോയ്സ് ആണ് വരുന്നത്. 17 ഇഞ്ചസാണ് ഇതിൻ്റെ വീൽസ് വന്നിരിക്കുന്നത്. ക്യാമോ എഡിഷൻ്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഇതിൻ്റെ ആക്സസറീസ്. ഈയിടെയായി നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ടാറ്റ കാർസിനും കാണുന്ന പോലെ ട്രൈയാരോ ഡിസൈൻസിലുള്ള ഗ്രാഫിക്സ് ക്യാമോ എഡിഷൻ്റെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും അവൈലബിൾ ആണ്. വണ്ടിയുടെ ബോണറ്റിലും റൂഫിലും സൈഡ് സ്റ്റെപ്പിലും അങ്ങനെ ഓൾമോസ്റ്റ് എല്ലായിടത്തും തന്നെ ഗ്രാഫിക്സ് അവൈലബിൾ ആണ്. ക്യാമോ എഡിഷൻ്റെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള മറ്റൊരു ആക്സസറിയാണ് ഇതിൻ്റെ ബാക്ക് സീറ്റ് ഓർഗനൈസർ. ഈ ഒരു ചെറിയ ബാക്ക് പാക്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഹാരിയറിൻ്റെ ജനറൽ ആയിട്ടുള്ള മറ്റ് ചില ആക്സസറീസാണ് ഒമേഗ ആർക്കിൻ്റെ ബ്രാൻഡഡ് ആയിട്ടുള്ള സ്കഫ് പ്ലേറ്റും പിന്നെ ട്രങ്കിൽ വരുന്ന ട്രൈയാരോ ഡിസൈനിലുള്ള 3D മാറ്റും അതുപോലെ തന്നെ ട്രൈയാരോ ഡിസൈൻസിലുള്ള ഇൻറ്റീരിയർ കാർപ്പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്യാമോ എഡിഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ ബ്ലാക്ക് എഡിഷനായിട്ട് വളരെയധികം സാമ്യമുണ്ട്, പക്ഷേ മറ്റ് വേരിയൻസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം ഡിഫറൻസും ഉണ്ട്. അപ്പോൾ ഇനി വളരെ വേഗം കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യം കൂടെ പറയുകയാണ്. എഞ്ചിൻ്റെ കാര്യം പറയുമ്പോൾ 2 ലിറ്റർ തെർബോ ഡീസൽ എഞ്ചിനാണ് വന്നിരിക്കുന്നത്. 167 bhp ആണ് പവർ വരുന്നത്. 350 Nm ആണ് ടോർക്ക് വരുന്നത്. വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 205 mm ആണ്. ബൂട്ട് സ്പേസ് ആകുമ്പോൾ 425 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത്. ഫ്യൂൾ ടാങ്ക് വരുന്നത് 50 ലിറ്ററാണ്. ക്യാമോ എഡിഷൻ മാനുവലിലും ഓട്ടോമാറ്റിക്കലും അവൈലബിൾ ആണ്. വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് വരുമ്പോഴത്തേക്ക് ഏകദേശം 20 മുതൽ 26 ലക്ഷം വരെയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഗൈസ്, ഹാരിയറിൻ്റെ ഫുള്ളി കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള റിവ്യൂവിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് താഴെയുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് ഏതൊരു ടാറ്റയുടെ വണ്ടിയെ പറ്റിയും എൻക്വയറി ചെയ്യാനാണെങ്കിലും ബുക്ക് ചെയ്യാനാണെങ്കിലും അതിന് ഞാൻ താഴെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ വിളിക്കാവുന്നതാണ്. അപ്പോൾ ഗൈസ്, ഇനി ഒരുപാട് വണ്ടികളുടെ റിവ്യൂസ് വരുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ കുറേ വണ്ടികളുടെ റിവ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡ്രൈവ് സേഫ്.